ഇത്രയും നടന്നിട്ട് ഞാൻ ഇത് പൈസയ്ക്ക് വേണ്ടി നിന്നതാണോ എന്നൊരു ചോദ്യം ഇതിനകത്ത് വരും. എനിക്കതിന്റെ ആവശ്യമില്ല, കോമ്പൻസേഷൻ വേണ്ട. എനിക്ക് അഭിമാനത്തോടു കൂടി ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഈ ഓഫീസിലുണ്ടായിരുന്നു. അപമാനിച്ചതുപോലെ വിട്ടതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒന്നുമില്ലെങ്കിൽ ആ ടിനി ട്രോമയും സിജോയ് വർഗീസ് എങ്കിലും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇട്ടേനെ അവിടെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട്. കാരണം അവർ കുക്കുവിന് എതിരായിട്ടാണ് പ്രവർത്തിക്കുള്ളൂ. അവർ ആ ക്വസ്റ്റ്യൻ ഇട്ടേനെ. ക്യാമറ ചെക്ക് ചെയ്തിട്ട് ചോദിച്ചോ ഇല്ലയോ എന്നുള്ളത് അത് പ്രസിഡന്റ് അറിയിച്ചോ? അതെ, അറിയിച്ചു. എന്നോട് പോകാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു, ഞാൻ അറിയിച്ചിട്ടുണ്ട്. പുറത്തല്ലായിരുന്നു പറയേണ്ടത്, ഇതിന്റെ ഉള്ളിലായിരുന്നു അത് തീർക്കേണ്ടത്. അതുല്യ എന്താ പറയുന്നത് മനസ്സിലാക്കാത്തത്? ഒന്നുമില്ലെങ്കിൽ എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ആ പെണ്ണ് എന്നെ തെറി വിളിച്ചിട്ട് ഞാനിത് പുറത്ത് പറയാഞ്ഞത്? കാരണം ഇതിന്റെ അകത്ത് തീർത്തില്ലെങ്കിലാണ് നമ്മൾ പുറത്ത് പോകേണ്ടത്. അപ്പൊ നമുക്ക് പറയാൻ ന്യായമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഉണ്ണി ശിവപാലിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് മോശമായ അനുഭവമാണെന്ന് ഞാൻ നീന മാഡത്തോട് പറഞ്ഞിട്ടില്ലേ? അതെ, പക്ഷെ അത് ചീത്ത രീതിയിലുള്ള അനുഭവം എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇത്രയും അയാൾ കരയിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വരെ ഞാൻ അതൊക്കെ പറഞ്ഞത് ജനറൽ സെക്രട്ടറിക്ക് 1.5 മാസം മുമ്പേ കിട്ടിയ ഒരു കത്തിന് മറുപടിയോ അത് അന്വേഷിക്കാനോ പറ്റാത്ത ഒരാള്, കമ്മിറ്റി മെമ്പേഴ്സ് പോലും അറിയാതെ ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു സെക്രട്ടറി എന്നെ ടെർമിനേറ്റ് ചെയ്തപ്പോഴാണ് ഇത് എന്റെ വായിന്ന് പുറത്തു വരുന്നത് ആണല്ലോ. ഞാനത് മെമ്പേഴ്സിനോട് പോലും, അതായത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് പോലും പേഴ്സണലി ഞാൻ ഈ ലെറ്റർ അയച്ചു തരുന്നത് എന്നെ പുറത്താക്കിയതിന് ശേഷമാണ്. പുറത്ത് നിൽക്കുന്ന എനിക്ക് ഇനി എന്തൊക്കെ പറയാമെന്നുള്ളത് എന്തും പറയാലോ. ഇനിയിപ്പൊ എടുക്കാതിരിക്കാതൊക്കെ അവരുടെ കാര്യം നമുക്ക് നോക്കാം പുറകെ. ഇതിന്റെ പേരിൽ എന്തുണ്ടായാലും അത് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറായി തന്നെ ഞാൻ നിൽക്കുന്നത്. മോളെ, നമ്മൾ എപ്പോഴും വിക്ടിം ആണ് കളിക്കേണ്ടത്. നമ്മൾ ഒഫൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആയി പീപ്പിൾ വിൽ നോട്ട് സപ്പോർട്ട് യു. നമ്മൾ അതേപോലെ എന്നെ അവർ വിക്ടിമൈസ് ചെയ്തു എന്നതില് നമ്മൾ സ്ട്രോങ് എന്താണ്. പിന്നെ അതേപോലെ ലക്ഷ്മിപ്രിയന്റെ കാര്യത്തിൽ മായനെ കൊണ്ട് കത്തെഴുതിപ്പിച്ചു എന്ന് പറഞ്ഞത് അതെങ്ങനെയാണ്? മായനെ കൊണ്ട് കത്തെഴുതിപ്പിച്ചത് ഞാൻ കേട്ടതാണ്. അവിടെ ഇരുന്നവർ ഫോൺ ചെയ്ത് ഇത് ഈ ലക്ഷ്മിപ്രിയയുടെ കാര്യം മാത്രമല്ല, അവിടെ ഇത്രയും സംഭവങ്ങൾ നടന്നു, ഇത്ര എമൗണ്ട് കുടുംബ സംഗമത്തിന് മുടക്കിയെന്നും പറഞ്ഞ് ഇവരിരുന്ന് പറയുന്നതിന് ക്യാമറ ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, അത് പറഞ്ഞു. ക്യാമറ ചെക്ക് മായ പ്രശ്നം ഉണ്ടാക്കുമ്പോ മായനോട് പറഞ്ഞോ, നോക്കി നീ മെയിൽ അയച്ചോ എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ അല്ലേ മോളെ? അതെ, ഇത് മെയിൽ ക്യാമറ ചെക്ക് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്നും ഇവരെ ഓഫ് ഡേ അവിടെ വന്നിരുന്നവരെ സ്വീകരിച്ചതും ഞാൻ ചായ ഇട്ടതും ഇവരോട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഉൾപ്പെടെ ധൈര്യമുണ്ടെങ്കിൽ ക്യാമറയിലെ ഓഡിയോ പുറത്തുവിടട്ടെ. ഞാൻ ചലഞ്ച് ചെയ്യാ. അതുല്യ, ഇത് രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം. ഞാൻ ഈ പറയുന്നത് അതുല്യനെ മോശമാക്കാനോ കുക്കുവിനെ സപ്പോർട്ട് ചെയ്യാനോ കുക്കുവിനെ മോശമാക്കിയിട്ട് അതുല്യനെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നുമല്ല. ഞാൻ ഐ എം തിങ്കിങ് ഒരു ബയാസ്ഡ് അല്ലാതെ, ചില പക്ഷപാതം ഇല്ലാതെ ഞാൻ പറയാണ്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഇപ്പൊ എന്നോട് ഒരു മെമ്പർ, ഓക്കെ, അതാരാന്ന് ഞാൻ പറയുന്നില്ല, കാരണം എന്താണ് അതുല്യക്ക് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്, എന്നെ വിളിച്ച് ചോദിച്ചത് ഇവരിതൊക്കെ പിണങ്ങിയപ്പോ മാത്രം പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം ഇവർ പിണങ്ങാതെ കുക്കു അവരെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവരിത് ഒരിക്കലും പറയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചത് ഒരു വളരെ ന്യായമായ ചോദ്യമാണ്. നമ്മൾ പിണങ്ങുമ്പോഴല്ല നമ്മൾ സത്യങ്ങൾ പറയേണ്ടത്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ അവിടെ ആയിരുന്നു പറയേണ്ടിരുന്നത്. അങ്ങനെ ആ അയച്ച കത്ത് ജനറൽ സെക്രട്ടറി റിയാക്ട് ചെയ്തില്ലെങ്കിൽ അവിടെ നടന്ന ഓരോ കാര്യങ്ങളും പറയേണ്ട സമയത്ത് ഒഫീഷ്യലി തന്നെ ഇവരെയൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഉണ്ണി ശിവപാലിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് മോശമായ അനുഭവമാണെന്ന് ഞാൻ നീന മാഡത്തോട് പറഞ്ഞിട്ടില്ലേ? അതെ, പക്ഷെ അത് ചീത്ത രീതിയിലുള്ള അനുഭവം എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇത്രയും അയാൾ കരയിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വരെ ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അപ്പോഴൊക്കെ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞോ പുറത്തു പോയി പറയാം? ഞാൻ എന്താ പറഞ്ഞത്? മെയിൽ അയക്കൂ, എല്ലാവരും അറിയിക്കൂ. അകത്തുനിന്ന് എനിക്ക് എന്ത് ഇതാണ് കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ എല്ലാവരും യു സെൻഡ് എ ലെറ്റർ ടു ദ ജനറൽ സെക്രട്ടറി ആൻഡ് പ്രസിഡന്റ്. ഡിഡ് യു? ഇന്ന് നമുക്ക് എല്ലാവർക്കും കോപ്പി അയച്ച പോലെ അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോപ്പി അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിന് അന്ന് ഒരു തീരുമാനം എടുക്കുമായിരുന്നു അതുല്യ. മോൾ അത് ചെയ്തില്ല. അന്നായിരുന്നു ഇത് ചെയ്യേണ്ടത്. ഇന്ന് അയച്ച അവിടുന്ന് വിട്ടതിന് ശേഷം ചെയ്തതിന് പകരം അന്ന് എല്ലാവർക്കും ഇത് അയച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മാനേജിംഗ് മറ്റേ ഗ്രൂപ്പ് പ്രസിഡന്റ് എനിക്ക് വാക്ക് തന്നതാണ് ഈസിയിൽ സംസാരിക്കാം. അതിനെ കണ്ടിച്ചുകൊണ്ട് ഞാൻ എന്തിനു മറ്റുള്ളവർക്ക് അയക്കണം? പ്രസിഡന്റ് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈസിയിൽ സംസാരിക്കാൻ അതിനുശേഷം ഈസി ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാ ഉണ്ടാവാത്തത്? ഞാൻ പോകാതെന്താണെങ്കിലും ഉണ്ടാവുമല്ലോ. ഈസി വെക്കാത്തത് ഞാൻ അവരെന്നടുത്ത് പോകുന്നില്ലേ എത്ര തവണ ചോദിച്ചു. ക്യാമറ ചെക്ക് ചെയ്യട്ടെ, ചോദിച്ചോ ഇല്ലയോ എന്നുള്ളത്. അത് പ്രസിഡന്റ് അറിയിച്ചോ? അതെ, അറിയിച്ചു.
എന്നോട് പോകാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയൂ. ഇങ്ങനെ ചോദിച്ചു എന്ന് ഞാൻ അറിയിച്ചു.